ഹായ് ഹലോ വിഷനി ഹിയർ. നമ്മൾ ഇന്ന് വെച്ചിട്ടുള്ള ടോപ്പിക്ക് വിവാഹേതര ബന്ധം തുടരണോ. വിവാഹേതര ബന്ധം എന്ന് പറഞ്ഞാൽ വിവാഹമല്ലാതെ പ്രണയിക്കുന്നവർക്ക് ഇത് ബാധകമായിരിക്കില്ല. ഓക്കെ, ഒരു വിവാഹം കഴിച്ചിട്ട് അതല്ലാതെ മറ്റൊരു ബന്ധത്തിൽ തുടരുന്ന അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു ആക്യുറേറ്റ് റീഡിംഗ് എന്നല്ല, ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വ്യക്തമായൊരു എനർജി കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് നോക്കിയാലാണ് മനസ്സിലാവുക. അതനുസരിച്ച് പോവാം. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ വേണമെങ്കിൽ ഇത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടോ എന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ വെച്ചിട്ടുള്ളത് ഈ ഒരു ബന്ധം തുടരണോ, എന്തുകൊണ്ടാണ് ഈ ബന്ധത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്, ഈ ബന്ധത്തിന് എന്തെങ്കിലും പർപ്പസ് ഉണ്ടോ, ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടോ, ഇതിലൊരു റീയൂണിയൻ ഉണ്ടാകുമോ, ഇനി ഈ ബന്ധത്തിൽ എന്താണ് വേണ്ടത്, ഇതിൽ കാത്തിരിക്കണോ, ഇതിലെ സ്നേഹം സത്യസന്ധമാണോ, ഇത് കർമ്മബന്ധമാണോ, അഥവാ കർമ്മബന്ധമാണെങ്കിൽ അത് എപ്പോൾ തീരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ കാർഡിൽ പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് കാർഡ് ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 14 കാർഡുണ്ട്. നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡുകൾ മദർ ഓഫ് പെൻഡിക്കിൾസ്, മദർ ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, ഹാങ്ഡ് മാൻ റിവേഴ്സ് ആണ്, സൺ ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട്, ഡോക്ടർ ഓഫ് സോട്സ് വന്നിട്ടുണ്ട്, 5 വാൻസ് വന്നിട്ടുണ്ട്, ഹയറോപാൻറ്റ് വന്നിട്ടുണ്ട്, അത് റിവേഴ്സ് ആണ്, മജീഷ്യൻ റിവേഴ്സ് ആണ്, 7 പെൻഡിക്കിൾസ് റിവേഴ്സ് ആണ്, 2 പെൻഡിക്കിൾസ് റിവേഴ്സ് ആണ്, ടവർ റിവേഴ്സ് ആണ്, ഫാദർ ഓഫ് കപ്പ് റിവേഴ്സ് ആണ്, 4 വാൻസും 3 വാൻസും വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഈ 14 കാർഡുകൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ നെഗറ്റീവും ഉണ്ടാവാം പോസിറ്റീവും ഉണ്ടാവാം. കാരണം റിവേഴ്സ് കാർഡുകൾ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു തീവ്രമായിട്ടുള്ള ഒരു കർമ്മബന്ധമാണ്, ഒരു കാർമിക് റിലേഷൻഷിപ്പാണ് എന്ന് പറയാം. കാരണം പരമ്പരാഗതമായിട്ടുള്ള സാമൂഹ്യ നിയമങ്ങളോടുള്ള നിങ്ങളുടെ ഉള്ളിലെ കലാപത്തെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. നിലവിലുള്ള ജീവിതത്തിലെ എന്താ പറയുക, വിരസതയോ വൈകാരികമായിട്ടുള്ള ഒരു ശൂന്യതയോ ആയിരിക്കാം നിങ്ങളെ ഇതിലേക്ക് നയിച്ചിട്ടുണ്ടാകുക. ഈ റിലേഷൻഷിപ്പിലോട്ട് നിങ്ങൾ ആരെയാണോ ചിന്തിക്കുന്നത് അവരായിട്ടുള്ള ബന്ധത്തിലോട്ട്. 5 ഓഫ് വാൻസ് പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലെ കൺഫ്യൂഷനും സംഘർഷങ്ങളുമാണ് അത് വെളിവാക്കുന്നത്. ഹാങ്ഡ് മാൻ റിവേഴ്സ് വരുമ്പോൾ നിങ്ങൾ വളരെ കാലമായി ഒരു മാറ്റവും ഇല്ലാതെ ഒരേ ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ആ സമയത്ത് അതിൽ നിന്നുള്ളൊരു മോചനമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു ബന്ധം ഉണ്ടായത്. ഈ ബന്ധത്തിന് എന്തെങ്കിലും പർപ്പസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡോക്ടർ ഓഫ് സോട്സും മജീഷ്യൻ റിവേഴ്സാണ്. ഈ ബന്ധത്തിന്റെ പ്രധാന പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളെ സത്യങ്ങൾ മനസ്സിലാക്കുക എന്നതാണ്, മനസ്സിലാക്കിക്കുക. ഓക്കെ, ഡോക്ടർ ഓഫ് ഹാൻഡ്സ് ഒരു തരം കഠിനമായ യാഥാർത്ഥ്യ ബോധത്തെയാണ് കാണിക്കുന്നത്. മജീഷ്യൻ റിവേഴ്സ് വരുമ്പോൾ ഈ ബന്ധത്തിൽ വലിയ രീതിയിലുള്ള വൈകാരികമായിട്ടുള്ള കൃത്രിമത്വങ്ങൾ, ഓക്കെ എന്താ പറയുക, മാനിപ്പുലേഷൻ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. മിഥ്യാധാരണകളിൽ നിന്ന് പുറത്തു കടന്ന് സ്വന്തം ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങളെ പഠിപ്പിക്കുക എന്നതാണ് ഈ ഒരു കർമ്മബന്ധത്തിന്റെ ലക്ഷ്യം എന്ന് കാർഡുകൾ പറയുന്നു. ഇതിലെ സ്നേഹം സത്യസന്ധമാണോ എന്ന് ചോദിച്ചാൽ മദർ ഓഫ് പെൻഡിക്കിൾസ്, മദർ ഓഫ് വാൻസ്, ഫാദർ ഓഫ് കപ്സ് റിവേഴ്സ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വളരെ ആഴമേറിയ പരിചരണവും ശക്തമായ ആകർഷണവും ഉണ്ട്. നിങ്ങൾ ഈ ബന്ധത്തിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പങ്കാളിയുടെ ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഫാദർ ഓഫ് കപ്സ്, അത് റിവേഴ്സാണ്. വൈകാരികമായിട്ടുള്ളൊരു അസ്ഥിരതയാണ് കാണിക്കുന്നത്. സ്നേഹമുണ്ടെങ്കിൽ പോലും വികാരങ്ങളെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ പൂർണ്ണമായി സത്യസന്ധത പുലർത്താനോ കഴിയുന്നില്ല. വികാരങ്ങൾ മൂടിവെക്കപ്പെടാനോ അല്ലെങ്കിൽ സാർത്ഥതയ്ക്കോ ഇവിടെ സാധ്യതയുണ്ട് എന്നാണ് കാർഡുകൾ പറയുന്നത്. ഇതിന് ഫ്യൂച്ചർ ഉണ്ടോ, റീയൂണിയൻ ഉണ്ടാകുമോ, കാത്തിരിക്കണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ 7 ഓഫ് പെൻഡിക്കിൾ റിവേഴ്സ് ആണ്, 2 ഓഫ് പെൻഡിക്കിൾ റിവേഴ്സ് ആണ്, 3 ഓഫ് വാൻസും 4 ഓഫ് വാൻസും വന്നിട്ടുണ്ട്. 7 ഓഫ് പെൻഡിക്കിൾസ് റിവേഴ്സ് പറയുമ്പോൾ ഈ ബന്ധത്തിനായിട്ട് നിങ്ങൾ എത്ര സമയം കാത്തിരുന്നാലും അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഫലം, ഒരു മാറ്റങ്ങൾ ലഭിക്കില്ല എന്നാണ്. 2 ഓഫ് പെൻഡിക്കിൾ റിവേഴ്സ് വരുമ്പോൾ ഒരേ സമയം 2 ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയാതെ വരികയും മാനസിക സമാധാനം പൂർണ്ണമായും തകരുകയും ചെയ്യും എന്നാണ് കാർഡുകൾ പറയുന്നത്. കാത്തിരിക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട, കാത്തിരിപ്പ് നിങ്ങളെ കൂടുതൽ മാനസിക ബുദ്ധിമുട്ടുകളിലേക്ക് മാത്രമേ നയിക്കൂ എന്ന് പറയുന്നു. 3 ഓഫ് വാൻസും 4 ഓഫ് വാൻസും പറയുന്നത് നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് മാറി സ്വന്തം ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷവും വിജയവും ഫ്യൂച്ചറും ഉണ്ടാകുമെന്നാണ്. കാരണം ഈ ബന്ധത്തിനുള്ളിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റീയൂണിയൻ കാണുന്നില്ല. ഓക്കെ, ഈ കർമ്മബന്ധം എപ്പോൾ തീരും, ഇനി എന്താണ് വേണ്ടത് എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ ടവർ റിവേഴ്സ് ആണ്, സൺ ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട്. ടവർ റിവേഴ്സ് വരുമ്പോൾ വലിയൊരു തകർച്ച ഭയന്ന് നിങ്ങൾ ഈ ബന്ധം അവസാനിപ്പിക്കാൻ മടിച്ച് നീട്ടിക്കൊണ്ടു പോവുകയാണെന്നാണ്. പക്ഷെ അത് ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഓക്കെ,
എപ്പോൾ തീരുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എപ്പോൾ ആ ഒരു യാഥാർത്ഥ്യത്തിനെ ഉൾക്കൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ തീരുമാനിക്കുന്നുവോ, സൺ ഓഫ് പെന്റിക്കിൾസ്, അതായത് പ്രായോഗികമായിട്ടുള്ള ഒരു ചിന്തയിലേക്ക് നിങ്ങൾ എപ്പോൾ വരുന്നുവോ ആ സമയത്ത് ഈ കർമ്മബന്ധത്തിന്റെ കാഠിന്യം കുറയും. ഏകദേശം ഒരു 7 മുതൽ 11 ആഴ്ചകൾക്കുള്ളോ മാസങ്ങൾക്കുള്ളോ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുത്താൽ ഇതിൽ നിന്നുള്ള ഒരു മോചനം സാധ്യമാകും എന്നും പറയുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിന്റെ ടോട്ടൽ സമ്മറി പറയുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും പറയുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറയാം. നിങ്ങളുടെ ഉള്ളിലെ ആകർഷണവും സർഗാത്മകതയും ഈ ഒരു ബന്ധം വഴി ഉണർന്നിട്ടുണ്ടാകാം. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിശക്തി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകാം. ഭാവിയിൽ സ്വന്തമായി ഒരു സുരക്ഷിത ജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നൊരു ആത്മവിശ്വാസവും നിങ്ങൾക്ക് ഇപ്പോഴുണ്ടാകാം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പങ്കാളിയുടെ വൈകാരികമായിട്ടുള്ള ഒളിച്ചുകളികളും അസ്ഥിരതയും, ജീവിതത്തിന്റെ ബാലൻസ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്ന അവസ്ഥ, ഇതിനായി നിക്ഷേപിക്കുന്ന സമയവും ഊർജവും പാഴായി പോകുന്നൊരവസ്ഥ, അതാണ് നെഗറ്റീവ്സ്. റെമഡീസ് എന്ന് പറയുകയാണെങ്കിൽ ഗ്രൗണ്ടിങ് നല്ലതാണ്. സൺ ഓഫ് പെന്റിക്കിൾസിന്റെ ഒരു പരിഹാരമായിട്ട് നിങ്ങളിപ്പോൾ ചിന്തകളിൽ വല്ലാതെ ഉലയുന്നൊരവസ്ഥയാണ്. ദിവസവും രാവിലെ അല്പസമയം ചെരുപ്പൊന്നുമില്ലാതെ പുല്ലിലോ മണ്ണിലോ ഒക്കെ നടക്കുന്നത് നല്ലതാണ്. ഇത് നിങ്ങളുടെ ചിന്തകൾക്ക് പ്രായോഗികതയും സ്ഥിരതയും നൽകും എന്ന് പറയുന്നുണ്ട്. പിന്നെ കോഡ് കട്ടിംഗ് മെഡിറ്റേഷൻ ഉണ്ട്. ഇതൊരു കർമ്മബന്ധമായതിനാൽ ആ വ്യക്തിയുമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള അദൃശ്യ ബന്ധങ്ങൾ, എനർജി കോഡ്സ് അത് മുറിച്ചു കളയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കണ്ണുകൾ അടച്ച് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ഊർജത്തിന്റെ ആ നാളങ്ങൾ ഒരു ഒരു വെള്ളിക്കത്രിക ഉപയോഗിച്ച് നമ്മൾ മുറിച്ചു മാറ്റുന്നതായിട്ട് ധ്യാനിക്കുക. മനസ്സുകൊണ്ട് അവരെ ക്ഷമിക്കുക, വിട്ടയക്കുക. ഇതൊക്കെ താല്പര്യമുള്ളവരും ഇതുള്ളവരും മാത്രം ചെയ്യാം കേട്ടോ. ഇതൊന്നും കൂടി യൂട്യൂബിലെടുത്ത് ആഴത്തിലറിഞ്ഞ് ഇത്തരം വീഡിയോസ് കണ്ട് അറിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യാം. കോഡ് കട്ടിങ് മെഡിറ്റേഷൻ നമ്മൾ വെറുതെ ജസ്റ്റ് റഫായിട്ട് പറയുന്നുള്ളൂ. ഓക്കെ. ക്രിസ്റ്റൽ തെറാപ്പി നല്ലതാണ്. ബ്ലാക്ക് ടെർമലിന്റെ അത് കൈവശം വയ്ക്കുന്നത് നെഗറ്റീവ് ചിന്തകളിൽ നിന്നും മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ കൈവശം വയ്ക്കാൻ പറയുന്നുണ്ട്. റോസ് കോഡ്സ് നല്ലതാണ്. നിങ്ങളെ തന്നെ സ്നേഹിക്കാനും സെൽഫ് ലവ്, ഹൃദയത്തിലെ മുറിവുകൾ ഉണക്കാനും ഇത് സഹായിക്കും എന്ന് പറയുന്നുണ്ട്. ജേണലിങ് നല്ലതാണ്. ഡോക്ടർ ഓഫ് സോർട്സിന്റെ ഊർജ്ജം ഉപയോഗിച്ച് നിങ്ങളുടെ ചിന്തകൾ ഒരു ഡയറിയിൽ എഴുതി വയ്ക്കുക. ഈ ഒരു ബന്ധം തുടർന്നാൽ 5 വർഷം കഴിഞ്ഞ് എൻ്റെ ജീവിതം എവിടെയായിരിക്കും എന്ന് സ്വയം ചോദിക്കുക. അതിന് നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ എന്തൊക്കെയാണോ അത് എഴുതാം. അത് നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു വ്യക്തത നൽകും എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ബന്ധം തുടരുന്നത് നിങ്ങളുടെ ഭാവിക്ക് ഗുണകരമല്ല എന്നാണ് കാർഡുകൾ കൂടുതലും പറയുന്നത്. വേദനാജനകമാണെങ്കിലും അതിൽ നിന്ന് പതിയെ പിന്മാറി നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലോട്ടും വ്യക്തിത്വത്തിലേക്കൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. കാരണം നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ കൈകളിലാണ് എന്ന് പറയുന്ന പോലെ. പിന്നെ മദർ ഓഫ് ഹാൻഡ്സും ഫാദർ ഓഫ് കപ്സും റിവേഴ്സ് വരുമ്പോൾ ഈ കോമ്പിനേഷൻ കാണിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സ്നേഹം തികച്ചും ആത്മാർത്ഥവും ആവേശഭരിതവുമാണ്. പക്ഷെ ഫാദർ ഓഫ് കപ്സ് റിവേഴ്സ് വന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, പങ്കാളി അവരുടെ യഥാർത്ഥ വികാരങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നു. അവർക്ക് ഈ ഒരു ബന്ധത്തിൽ കൃത്യമായ ഒരു ഉറപ്പ് നൽകാൻ കഴിയുന്നില്ല. ഓക്കെ. എന്തുകൊണ്ട് ഇതിൽ നിന്ന് മാറാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ നിങ്ങളെ ഒരു വിഷമഘട്ടത്തിലാണ്. ഈ ബന്ധം ഭാവിയിൽ വലിയൊരു പ്രശ്നമായി മാറുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടാകാം. പക്ഷെ ആ ഭയം കാരണം നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ കാര്യങ്ങൾ വെറുതെ മുന്നോട്ട് നീട്ടിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥ. മാറാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഒരുതരം മാനസികമായിട്ടുള്ളൊരു അടിമത്വം നിങ്ങളെ അവിടെ തളച്ചിടുന്ന ഒരു അവസ്ഥ. 7 ഓഫ് പെന്റിക്കിൾ റിവേഴ്സ്, 2 ഓഫ് പെന്റിക്കിൾ റിവേഴ്സ് അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനം മാത്രമല്ല, സാമ്പത്തികമായോ കരിയർ പരമായിട്ടുള്ള ശ്രദ്ധ പൂർണ്ണമായും നഷ്ടപ്പെടുന്നതിനെ പറ്റിയുള്ളൊരു സൂചന കൂടിയാണ് നൽകുന്നത്. ഒരേ സമയം 2 തോണിയിൽ കാൽ വെച്ച് യാത്ര ചെയ്യുന്നൊരവസ്ഥ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഓഫ് പെന്റിക്കിൾ റിവേഴ്സ് വരുമ്പോൾ ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്നുണ്ടാകാം. ഓക്കെ. ഈ ബന്ധം തുടർന്നാലുള്ളത് നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് ഒറ്റപ്പെട്ടു പോകും. നിങ്ങൾ എത്രത്തോളം ഈ ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ഉള്ളിൽ ഒറ്റപ്പെടും. കാരണം ഇതൊരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് ഈ ബന്ധം നിങ്ങൾക്ക് നൽകുന്നത്. പങ്കാളിയുടെ അസ്ഥിരമായ മാറ്റം കാരണം നിങ്ങൾക്ക് നിങ്ങളോടുള്ള ബഹുമാനം തന്നെ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത. നിങ്ങളുടെ സർഗാത്മകത വെള്ളിയായി പോയി. നിങ്ങളുടെ സർഗാത്മകതയും അതേപോലെ തന്നെ കഴിവും ഒരു ചിന്തയിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്ന ഒരു അവസ്ഥയെ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫ്യൂച്ചറിലോട്ട് വരാമെന്ന് പറഞ്ഞാൽ 4 ഓഫ് ഹാൻഡ്സും 3 ഓഫ് ഹാൻഡ്സും പറയുന്നത് ഈ റീഡിങ്ങിലെ ഏറ്റവും വലിയൊരു പ്രത്യാശ ഈ 2 കാർഡുകളായിട്ട് നമുക്ക് എടുക്കാം. നിങ്ങൾ എപ്പോൾ ഈ ബന്ധത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നടക്കാൻ തീരുമാനിക്കുന്നുവോ അപ്പോൾ മുതലേ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ഭാഗ്യങ്ങൾ വരാൻ തുടങ്ങും എന്നാണ് പറയുന്നത്.
കാരണം 3 ഓഫ് വാൻസ് വരുമ്പോൾ പുതിയ അവസരങ്ങൾ, ദൂരക്കാഴ്ചകളൊക്കെയാണ് പറയുന്നത്. 4 ഓഫ് വാൻസ് പറയുന്നത് സ്വന്തം കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലോ തിരികെ കിട്ടാൻ പോകുന്ന സുരക്ഷിതത്വം, സമാധാനം. കാരണം നിങ്ങളുടെ യഥാർത്ഥ സന്തോഷം ഈ ബന്ധത്തിന് പുറത്താണ്. ഓക്കെ. പിന്നെ നോ പറയാൻ ശീലിക്കുക. കാരണം ബന്ധം അവസാനിപ്പിക്കുക എന്നത് എളുപ്പമല്ല എന്നാണ് കാർഡുകൾ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളുടെ ആ മാനസികാവസ്ഥയെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നോ പറയാൻ ശീലിക്കുക. അത് ഈ പങ്കാളിയുടെ കാര്യത്തിൽ നിന്നല്ല, എന്തൊരു കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഓക്കെ അല്ലാത്തൊരു കാര്യത്തിൽ നോ പറയാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ വികാരങ്ങളേക്കാൾ കൂടുതൽ ബുദ്ധിക്ക് സ്ഥാനം നൽകാം. പിന്നെ ഇതൊരു കർമ്മബന്ധം ആയതുകൊണ്ട് മറ്റേ വ്യക്തിയിലെ ഒരു നെഗറ്റീവ് ഊർജ്ജം നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലൊക്കെ ഉണ്ടാകാം. എല്ലാ ശനിയാഴ്ചകളിലും കുളിക്കുന്ന വെള്ളത്തിൽ അല്പം കല്ലുപ്പിട്ട് കുളിക്കുന്നത് നല്ലതാണ്. അതെന്താ പറയുക, നിങ്ങളുടെ ഒരു ഓറ ശുദ്ധീകരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മദർ ഓഫ് വാൻസിന്റെ ഒരു ഊർജ്ജം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് മഞ്ഞ നിറത്തിലുള്ള എന്താ പറയുക ഒരു ചക്രം, അത് എന്താ പറയുക ദീർഘമായിട്ട് നമ്മൾ ശ്വാസം എടുത്തിട്ട് ഞാൻ ശക്തനാണ് അല്ലെങ്കിൽ ശക്തിയാണ്, എൻ്റെ ജീവിതത്തിന്റെ നിയന്ത്രണം എനിക്കാണ് എന്നൊരു രീതിയിൽ നമ്മൾ ഉറപ്പിച്ചു പറയാം. ഓക്കെ, അത്തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ കൂടുതൽ കാർഡ് നമ്മൾ പരിശോധിക്കുമ്പോഴും ബന്ധത്തിൽ കാത്തിരുന്നിട്ട് കാര്യമില്ല. കാരണം ഇത് നിങ്ങളുടെ ഒരു ആത്മാവിനെ പഠിപ്പിക്കാൻ വന്നൊരു പാഠം മാത്രമാണ്. ഓക്കെ, ആ പാഠം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് മാറുക എന്ന് പറയുന്ന പോലെ ഈ ബന്ധത്തിൽ നിന്ന് മുന്നോട്ട് നടക്കാനാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്, എല്ലാം അറിഞ്ഞിട്ടും അല്ലെങ്കിൽ തെറ്റാണെന്ന് ബോധ്യം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറാൻ കഴിയാത്തത് എന്നുണ്ടെങ്കിൽ, കാരണം ഈ ഒരു ബന്ധം തരുന്നൊരു ലഹരിയായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ പണ്ട് നഷ്ടപ്പെട്ടു പോയ ഏതോ ഒരു ആവേശമോ അംഗീകാരമോ അല്ലെങ്കിൽ നിങ്ങളെ ഒരു വ്യക്തിയായി പരിഗണിക്കുന്ന അവസ്ഥയോ ഈ ബന്ധത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോൾ ആ ഒരു സാധനം നഷ്ടപ്പെട്ടു പോകുമോ, അതൊരു ലഹരിയായിട്ട് നിങ്ങളിലേക്ക് മാറിയിരിക്കുന്ന ഒരവസ്ഥ. ഭയം നിങ്ങളുടെ ഒരു ശത്രുവാണ്. കാരണം നിങ്ങൾ സമൂഹത്തിനെയും കുടുംബത്തിനെയും ഭയന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നുണ്ട്. ആ രഹസ്യം എന്തെങ്കിലും പുറത്താകുമോ, അല്ലെങ്കിൽ ഈ ഒരു ബന്ധം തകരുമ്പോൾ അതുണ്ടാക്കുന്ന മാനസികാഘാതം താങ്ങാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നൊരു ഭയം നിങ്ങൾ വേട്ടയാടുന്നുണ്ട്. കാരണം അതുകൊണ്ട് നിങ്ങളൊരു സ്വയം ഒരു തടവറ സൃഷ്ടിച്ച് അതിനുള്ളിൽ കഴിയുന്ന ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചു പേർക്ക് എങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്, എപ്പോഴെങ്കിലും എല്ലാം ശരിയാവും, അവര് എനിക്ക് വേണ്ടി മാറും എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകാം. കാരണം ഈ കാട് തലതിരിഞ്ഞ് കാണിക്കുന്നത് നിങ്ങൾ എന്താ പറയുക ഒരു തരിശു ഭൂമിയിലാണ് വെള്ളമൊഴിക്കുന്നത്. അവിടെ എത്ര ശ്രമിച്ചാലും അവിടെ പ്രതീക്ഷിക്കുന്ന ഒരു ഫലം വരാനില്ല എന്നാണ് പറയുന്നത്. വളരെ വൈകാതെ തന്നെ നിങ്ങളുടെ മനസ്സിലെ ആ വികാരങ്ങളുടെ ഒരു മൂടൽമഞ്ഞ് മാറും എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കാര്യങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് കാണാൻ തുടങ്ങും. സത്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൂടുതൽ വ്യക്തതയോടുകൂടി തന്നെ വെളിപ്പെടും. ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത് സൺ ഓഫ് പെന്റിക്കിൾ 3 ഓഫ് വാൻസും പറയുന്നത് നിങ്ങളൊരു ബന്ധത്തിൽ നിന്ന് മാനസികമായിട്ട് അകലം പാലിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കരിയറിലോ അല്ലെങ്കിൽ വ്യക്തിപരമായ ലക്ഷ്യങ്ങളിലോ വലിയ പുരോഗതി ഉണ്ടാകും എന്നാണ് പറയുന്നത്. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ഒരു ആത്മവിശ്വാസം തിരികെ കിട്ടും എന്ന് പറയുന്നുണ്ട്. എനർജി കട്ടിങ് ചെയ്യാം. കാരണം ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ വരുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധ മറ്റൊന്നിലോട്ട് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഒരു ദിവസം കൊണ്ട് വർക്കാവുന്നതല്ല, പതിയെ പതിയെ നമ്മളത് പ്രാക്ടീസ് ആകുമ്പോൾ നമുക്ക് ആ ഊർജ്ജം തിരികെ വരുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം കുറഞ്ഞത് ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ പൂർണ്ണമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുക, ഫോണൊന്നും ഉപയോഗിക്കാതെ. എന്നിട്ട് നിങ്ങളുടെ സോളിനെ തന്നെ കണ്ടെത്താൻ വേണ്ടി നോക്കാം. കാരണം നിങ്ങളുടെ ഒരു ആന്തരിക സംഘർഷം മാറാൻ വേണ്ടി നിങ്ങളുടെ ആത്മാവായിട്ട് നിങ്ങളൊന്ന് സംസാരിക്കേണ്ടതുണ്ട്. എന്താണ് നിങ്ങളുടെ ഇഷ്യൂസ് എന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയേണ്ടതുണ്ട്. വെറുതെ ഇരിക്കുക, നിങ്ങളിലേക്ക് വരുന്ന ചിന്തകളെ നിങ്ങൾ ജസ്റ്റ് വീക്ഷിക്കുക. അതെനിക്ക് ആവശ്യമുള്ളതാണ്, ആവശ്യമില്ലാതാണെങ്കിൽ തട്ടിക്കളയുക, ആവശ്യമുള്ളതാണെങ്കിൽ അതവിടെ വെക്കുക. വരുന്ന ചിന്തകളെ ജസ്റ്റ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, എന്താണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, പ്രകൃതിയായിട്ട് ഇണങ്ങുന്നത് നല്ലതാണ്. കാരണം മദർ ഓഫ് പെന്റിക്കിൾസ് ഭൂമിയിലെ ഒരു ഊർജ്ജമാണ്. ചെടികൾ നടുക, അവയെ പരിചരിക്കുക, അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങളായിട്ട് സമയം ചെലവഴിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിലെ അനാവശ്യ ചിന്തകളെ, വേവലാതികൾ ഇതൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ഇപ്പം ഈ കാർഡുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ചേർന്ന് പോകുന്നുണ്ടെങ്കിലും ഇത് ജനറൽ റീഡിംഗ് ആണ്. ഇനി അതുപോലെ നിങ്ങൾ റീഡിംഗ് എടുത്ത് ഇത്തരത്തിലാണ് അറിയുന്നതെങ്കിലും ഈ എന്തൊരു കാര്യം നിങ്ങൾ അറിയുന്നത് നിങ്ങളുടെ ഒരു ഭാവിയെ പേടിപ്പിക്കാൻ വേണ്ടി വന്നതല്ല, മറിച്ച് നിങ്ങളെ തെറ്റായ ഒരു വഴിയിൽ നിന്ന് രക്ഷിക്കാൻ വന്ന മുന്നറിയിപ്പുകളായിട്ടാണ് കാണേണ്ടത്. കാരണം ഈ ഒരു ബന്ധം അവസാനിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ ഒരു തോൽവിയല്ല, മറിച്ച് നിങ്ങളെ സമാധാനമുള്ള ജീവിതത്തിലേക്കുള്ള ഒരു വിജയമാണ് എന്ന് പറയാം. വിട്ടുകളയാൻ ധൈര്യം കാണിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇതാണ് ഒരു വിവാഹേതര ബന്ധം ഉണ്ടെങ്കിൽ അത് തുടരണോ എന്നൊരു ചോദ്യത്തിൽ നമുക്ക് കിട്ടിയ 14 കാർഡിന്റെ എനർജിയാണ് ഞാനിവിടെ വെച്ചത്.
റെസിനേറ്റ് ആയോ നോക്കാം. ഞാൻ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയുന്നുണ്ട്, നമ്മൾ പേഴ്സണൽ റീഡിങ് എടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ മാത്രം വന്നാലും മതി കേട്ടോ. കാരണം സന്തോഷിപ്പിക്കലല്ല നമ്മുടെ ഉദ്ദേശം. പിന്നെ നമ്മൾ പലതരത്തിലുള്ള ബ്രേസ്ലെറ്റുകൾ നമ്മുടെ ലഭ്യമാണ്. വണ്ണം കൂട്ടാൻ, വണ്ണം കുറയ്ക്കാൻ, PCOD പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട്, കോൺഫിഡൻസ് കൂടാൻ, പ്രണയം ആകർഷിക്കാൻ, പണം ആകർഷിക്കാൻ, അങ്ങനെ പല രീതിയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ, ഇതൊക്കെ വിശ്വാസം ഉണ്ടെങ്കിലാണ് യൂസ് ചെയ്തൊരു കാര്യം. താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതിൽ പറഞ്ഞ ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം വിഷയം.